My dear children, welcome back to the second part of our lesson on question tags. In the previous video, we learned how to form question tags using positive and negative statements. Today, we will take it a step further. We will explore how to use do, does and did to form question tags, along with some other interesting cases like imperative sentences and different subjects such as there, it and plural subjects. By the end of this lesson, you will have a more complete understanding of how question tags can be used in various situations. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിനും നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റിനും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ്സ് ഉണ്ടാക്കുന്നത് എന്ന് പഠിച്ചു. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നെഗറ്റീവ് ടാഗും നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ പോസിറ്റീവ് ടാഗുമാണ് യൂസ് ചെയ്യുക എന്ന് പഠിച്ചു. അതുപോലെ ഓക്സിലറി വെർബ് സെന്റൻസിൽ വരികയാണെങ്കിൽ ആ വെർബ് ഫോം ഉപയോഗിച്ചാണ് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുക എന്നും പഠിച്ചു. നമുക്ക് ആദ്യമായി ഡു, ഡസ്, ഡിഡ് എന്നീ വെർബ് ഫോംസ് ഉപയോഗിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. If there is no auxiliary verb in the statement, we use the form of do, does or did to make the question tags. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ do, does അല്ലെങ്കിൽ did എന്നീ വെർബ് ഫോംസ് ഉപയോഗിച്ചാണ് ക്വസ്റ്റ്യൻ ടാഗ്സ് ഉണ്ടാക്കുന്നത്. Let's see some examples. അവർ സിനിമ കാണുന്നതിൽ സന്തോഷിക്കുന്നു അല്ലേ? They enjoy watching movies. Don't they? ഇവിടെ ഡോണ്ട് ദേ എന്നാണ് ക്വസ്റ്റ്യൻ ടാഗ് വന്നിരിക്കുന്നത്. ഈ സെന്റൻസ് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ ഏതാണ് വെർബ്? എൻജോയ്. ഇത് ബേസ് ഫോമിലാണ്. ഈ വെർബിന് പകരമായി നമ്മൾ ഡു എന്ന വെർബ് ഫോം യൂസ് ചെയ്തിട്ട് ആണ് ക്വസ്റ്റ്യൻ ടാഗ് ഫോം ചെയ്തിരിക്കുന്നത്. നോട്ട് ചേർത്ത് ഡോണ്ട് എന്നാക്കി അതിനുശേഷം സബ്ജക്റ്റ് ആയിട്ടുള്ള ദേ ചേർത്തു, പിന്നാലെ ക്വസ്റ്റ്യൻ മാർക്ക് ചേർത്ത് ഡോണ്ട് ദേ എന്ന ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കി. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഡു ചേർത്താണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുന്നത്. ലെറ്റ്സ് സീ another example. വിദ്യാർത്ഥികൾ അവരുടെ പരീക്ഷകൾക്കായി കഠിനമായി പഠിക്കുന്നു അല്ലേ? The students study hard for their exams. Don't they? ഇവിടെ സബ്ജക്റ്റ് പ്ലൂറൽ ആണ്. ദ സ്റ്റുഡൻസ്. ഏതാണ് വെർബ്? സ്റ്റഡി. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുവാനായി ഉപയോഗിച്ചിരിക്കുന്ന വെർബ് ഫോം ആണ് ഡു എന്നത്. പ്ലൂറൽ സബ്ജക്റ്റ് ആയി വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഡു എന്ന വെർബ് ഫോം ഉപയോഗിച്ചാണ് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഇതും പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് ടാഗ് ആണ് ഉണ്ടാക്കുന്നത്. ഡൂവിന്റെ കൂടെ നോട്ട് ചേർത്തു, അതിന് പിന്നാലെ സബ്ജക്റ്റ് ആയിട്ടുള്ള ദ സ്റ്റുഡൻസ് എന്നതിന് പകരം നമ്മൾ പ്രൊനൗൺ ആണ് ക്വസ്റ്റ്യൻ ടാഗിൽ യൂസ് ചെയ്യുക. ഏത് പ്രൊനൗൺ ആണ് യൂസ് ചെയ്യുക? ദേ. അങ്ങനെ ക്വസ്റ്റ്യൻ ടാഗ് ഡോണ്ട് ദേ. ലുക്ക് അറ്റ് ദിസ് സെന്റൻസ്. അവൻ ക്രിക്കറ്റ് കളിക്കുന്നു അല്ലേ? ഹി പ്ലേസ് ക്രിക്കറ്റ്. ഡസിന്റ് ഹി? ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഡസിന്റ് ഹി എന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വെർബ് എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ബേസ് ഫോമിന്റെ കൂടെ എസ് ചേർത്തിരിക്കും. സബ്ജക്റ്റ് സിംഗുലർ ആണ്. സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വെർബിന്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർത്തിട്ടാണ് വരുന്നത്. അത്തരം സാഹചര്യത്തിൽ നമ്മൾ ഡസ് ചേർത്താണ് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുന്നത്. ഇത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് ടാഗ് ആണ് ചേർക്കുന്നത്. ഡസിന്റെ കൂടെ നോട്ട് ചേർത്ത് അതിന്റെ പിന്നാലെ സബ്ജക്റ്റ് ആയിട്ടുള്ള ഹി ആഡ് ചെയ്യുന്നു, എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നു. അങ്ങനെ ഡസിന്റ് ഹി എന്ന ക്വസ്റ്റ്യൻ ടാഗ് ഫോം ചെയ്തു. പക്ഷി മധുരമായി പാടുന്നു അല്ലേ? The bird sings sweetly. Doesn't it? ഇവിടെ എങ്ങനെയാണ് ഡസിന്റ് ഇറ്റ് എന്ന ക്വസ്റ്റ്യൻ ടാഗ് വന്നിരിക്കുന്നത്? ഇവിടെ വെർബ് ഏതാണ്? സിങ്സ്. ബേസ് ഫോം ആയിട്ടുള്ള വെർബ് സിംഗിന്റെ കൂടെ എസ് ചേർത്തിട്ടാണ് വന്നിരിക്കുന്നത്. സിംഗുലർ സബ്ജക്റ്റ് ആകുമ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വെർബിന്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർത്തിട്ടാണ് വരിക എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഡസ് എന്ന വെർബ് ഫോം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുന്നത്. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് ടാഗ് ആണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട്
ഡസിന്റെ കൂടെ നോട്ട് ചേർത്ത് ഡസിൻറ്റ് എന്നാക്കി അതിന്റെ പിന്നാലെ നമ്മൾ ദ ബേർഡ് എന്ന സബ്ജക്റ്റിന് പകരമായി അതിന് യോജിച്ച പ്രൊനൗൺ ആയിട്ടുള്ള ഇറ്റ് ആണ് ക്വസ്റ്റ്യൻ ടാഗിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഡസിൻറ്റ് ഇറ്റ്. ഗോട്ട് ഇറ്റ്? സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഐ, യു എന്നീ സബ്ജക്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ എക്സെപ്ഷൻസ് ഉണ്ട്. ഐ എന്നത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. യു എന്നത് സിംഗുലർ ആയും പ്ലൂറലായും ഉപയോഗിക്കാവുന്നതാണ്. ഐ എന്ന സബ്ജക്റ്റ് വരുമ്പോൾ വേർബ് ബേസ് ഫോമിലാണ് വരുന്നത്. വേർബിന്റെ കൂടെ എസ് ചേർക്കുന്നില്ല. അതുപോലെ തന്നെ യു എന്ന സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും വേർബ് ബേസ് ഫോമിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വേർബിനോടൊപ്പം എസ് ചേർക്കുന്നില്ല. ലുക്ക് അറ്റ് ദിസ് എക്സാമ്പിൾ. ഞാൻ കാപ്പി ഇഷ്ടപ്പെടുന്നു അല്ലേ? ഐ ലൈക്ക് കോഫി, ഡോണ്ട് ഐ? ഇവിടെ ഐ സിംഗുലർ സബ്ജക്റ്റ് ആണ് എങ്കിലും അതിന്റെ കൂടെ വന്നിരിക്കുന്ന വേർബ് ബേസ് ഫോമിലുള്ള വേർബാണ്, എസ് ചേർത്തിട്ടില്ല. ഇത് എക്സെപ്ഷണൽ കേസാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഫോം ചെയ്യാനായി ഡു ആണ് ചേർക്കുന്നത്. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് ഡൂവിന്റെ കൂടെ നോട്ട് ചേർത്ത് ഡോണ്ട് എന്നാക്കുന്നു. അതിനുശേഷം സബ്ജക്റ്റ് ആയിട്ടുള്ള ഐ ചേർക്കുന്നു. അപ്പോ സെന്റൻസ് ഐ ലൈക്ക് കോഫി, ഡോണ്ട് ഐ? ഞാൻ കഠിനമായി ജോലി ചെയ്യുന്നു അല്ലേ? ഐ വർക്ക് ഹാർഡ്, ഡോണ്ട് ഐ? ഇവിടെയും ക്വസ്റ്റ്യൻ ടാഗ് ഫോം ചെയ്യാനായിട്ട് നമ്മൾ ഡു എന്ന വേർബ് ഫോം തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നെഗറ്റീവ് ടാഗ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സെന്റൻസ് നീ ഗിറ്റാർ വായിക്കുന്നു അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ഗിറ്റാർ വായിക്കുന്നു അല്ലേ? യു പ്ലേ ദ ഗിറ്റാർ, ഡോണ്ട് യു? ഇവിടെ സബ്ജക്റ്റ് യു ആണ്. യു എന്നത് നമുക്ക് സിംഗുലർ ആയും പ്ലൂറലായും യൂസ് ചെയ്യാവുന്നതാണ്. രണ്ട് കേസിലും നമ്മൾ ബേസ് ഫോം ആയിട്ടുള്ള വേർബാണ് യൂസ് ചെയ്യുന്നത്, അതായത് എസ് ചേർക്കാതെയുള്ള ഫോം. അതുകൊണ്ട് തന്നെ യു സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും ഡു എന്ന വേർബ് ഫോം ആണ് ക്വസ്റ്റ്യൻ ടാഗ് ഫോം ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ സെന്റൻസ് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് നമ്മൾ നോട്ട് ചേർത്ത് നെഗറ്റീവ് ടാഗ് ആണ് ഉണ്ടാക്കുന്നത്. ഡോണ്ട് പിന്നെ സബ്ജക്റ്റ് യു, ഡോണ്ട് യു. ലുക്ക് അറ്റ് ദിസ് സെന്റൻസ്. നിങ്ങൾ പാഠം മനസ്സിലാക്കുന്നു അല്ലേ? യു അണ്ടർസ്റ്റാൻഡ് ദ ലെസൺ, ഡോണ്ട് യു? ഇവിടെ സബ്ജക്റ്റ് സിംഗുലർ ആവാം പ്ലൂറൽ ആവാം. ഏത് കേസിലായാലും നമ്മൾ ഡു എന്ന വേർബ് ഫോം ആണ് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുവാനായിട്ട് യൂസ് ചെയ്യുന്നത്. സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആയതുകൊണ്ട് നോട്ട് ചേർക്കുന്നു, പിന്നാലെ സബ്ജക്റ്റ് ആയിട്ടുള്ള യു ചേർക്കുന്നു. അങ്ങനെ ഡോണ്ട് യു. Got it? Now let's see some sentences in simple past tense. Simple past tense ൽ സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും നമ്മൾ did എന്ന വേർബ് ഫോം യൂസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുന്നത്. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിന് നെഗറ്റീവ് ടാഗും നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ പോസിറ്റീവ് ടാഗും യൂസ് ചെയ്യും. ലെറ്റ്സ് സീ സം എക്സാമ്പിൾസ്. നീ നിന്റെ ഹോംവർക്ക് തീർത്തു അല്ലേ? യു ഫിനിഷ്ഡ് യുവർ ഹോംവർക്ക്, ഡിഡിന്റ് യു? ഇവിടെ യു ആണ് സബ്ജക്ട്. സബ്ജക്ട് സിംഗുലർ ആവാം അല്ലെങ്കിൽ പ്ലൂറൽ ആവാം. വേർബ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡിഡ് എന്ന വേർബ് ഫോം യൂസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കിയിരിക്കുന്നത്. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് നെഗറ്റീവ് ടാഗ് ആണ് വന്നിരിക്കുന്നത്. ഡിഡിന്റ് യു? അവൾ നിന്നെ ഇന്നലെ രാത്രി വിളിച്ചു അല്ലേ? ഷീ കോൾഡ് യു ലാസ്റ്റ് നൈറ്റ്, ഡിഡിന്റ് ഷീ? ഇവിടെ ഡിഡിന്റ് ഷീ എന്ന് വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്, സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് വേർബ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡിഡ് എന്ന വേർബ് ഫോം യൂസ് ചെയ്ത് ടാഗ് ഉണ്ടാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ നെഗറ്റീവ് ടാഗ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് നെഗറ്റീവ് ടാഗ് യൂസ് ചെയ്തിരിക്കുന്നു. അവർ പാർക്കിലേക്ക് പോയി അല്ലേ? ദേ വെന്റ് ടു ദ പാർക്ക്, ഡിഡിന്റ് ദേ? ഇവിടെ വേർബ് പാസ്റ്റ് ടെൻസിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡിഡ് ചേർത്തിട്ടാണ് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ടാഗ് വന്നിരിക്കുന്നു. These sentences show how to form question tags when the main sentence does not contain an auxiliary verb. അതായത് ഓക്സിലറി വെർബ് ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ ഡു, ഡസ്, ഡിഡ് എന്ന വെർബ് ഫോം ഉപയോഗിച്ചിട്ട് ആണ് ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കിയിരിക്കുന്നത്. Look at these sentences. ഞാൻ നിന്റെ ഫ്രണ്ട് ആണ് അല്ലേ? I am your friend, aren't I? ക്വസ്റ്റ്യൻ ടാഗ് ആയി വന്നിരിക്കുന്നത് aren't I എന്നാണ്. ഇവിടെ വേർബ് ഏതാണ്? am ആണ്. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷേ
ആമിന്റെ കൂടെയല്ല നോട്ട് ചേർത്തിട്ട് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ പകരം ആറിന്റെ കൂടെയാണ് നോട്ട് ചേർത്തിരിക്കുന്നത്. ഇത് ഐ എന്ന സബ്ജക്ട് വരുമ്പോൾ ഉള്ള എക്സെപ്ഷണൽ കേസ് ആണ്. അത് ശ്രദ്ധിക്കുക. ഐ ആം യുവർ ഫ്രണ്ട് എന്നതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത് ആറിൻറ്റ് ഐ എന്നാണ്. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് നെഗറ്റീവ് ടാഗ് വന്നിരിക്കുന്നു. ലുക്ക് അറ്റ് ദിസ് സെന്റൻസ്. ഞാൻ താമസിച്ചിട്ടില്ല അല്ലേ? ഐ എം നോട്ട് ലേറ്റ്. ആം ഐ? ഇവിടെ സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണ്, അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ടാഗ് ആണ്. ഇവിടെ ആം എന്ന വേർബ് തന്നെയാണ് ടാഗിലും യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഐ സബ്ജക്റ്റ് ആയി വരുമ്പോഴുള്ള ഈ പ്രത്യേകത ശ്രദ്ധിക്കുമല്ലോ. Let's see imperative sentences beginning with let's and let's not. When a sentence starts with letters, the question tag is shall we. Example, നമുക്ക് പാർക്കിലേക്ക് പോകാം അല്ലേ? Let's go to the park. Shall we? നമുക്ക് ഒരു സിനിമ കാണാം അല്ലേ? Let's watch a movie. Shall we? When the sentence begins with let's not, the question tag is also shall we. Example, നമുക്ക് തർക്കിക്കേണ്ട അല്ലേ? Let's not argue. Shall we? നമുക്ക് സമയം പാഴാക്കാതിരിക്കാം അല്ലേ? Let's not waste time. Shall we? ഇത്തരം ഇമ്പരറ്റീവ് സെന്റൻസുകൾ വരുമ്പോൾ സെന്റൻസ് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും shall we എന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻ ടാഗ് ആയി യൂസ് ചെയ്യുന്നത്. When a sentence starts with there is or there are, the question tag reflects the verb used in the sentence. Example, ഇന്നൊരു യോഗമുണ്ട് അല്ലേ? There is a meeting today. Isn't there? നിരവധി വിദ്യാർത്ഥികൾ ഉണ്ട് അല്ലേ? There are many students. Aren't there? ഇത്തരം സെന്റൻസുകളിൽ ക്വസ്റ്റ്യൻ ടാഗിൽ വെർബിനു ശേഷം സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് there എന്ന് തന്നെയാണ് വരുന്നത്. And using this or that in a sentence, the tag uses it as the pronoun. Example, ഇത് നിന്റെ പുസ്തകമാണ് അല്ലേ? This is your book, isn't it? അത് ആവശ്യമില്ലായിരുന്നു അല്ലേ? That wasn't necessary, was it? ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ ദിസ് ദാറ്റ് എന്നിങ്ങനെയല്ല യൂസ് ചെയ്യുന്നത്, പകരം ഇറ്റ് എന്ന പ്രൊനൗൺ ആണ് യൂസ് ചെയ്യുന്നത്. Look at these sentences beginning with nothing and nobody. ഒന്നിനും നമ്മെ തടയാൻ സാധിക്കില്ല അല്ലേ? Nothing can stop us. Can it? ഇവിടെ nothing എന്നത് നെഗറ്റീവ് മീനിങ് തരുന്ന വേർഡാണ്, അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ടാഗ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ഓക്സിലറി വെർബ് can എന്നതിന്റെ കൂടെ നമ്മൾ നോട്ട് ചേർക്കുന്നില്ല. നത്തിങ് എന്നതിന് പകരം നമ്മൾ ഇറ്റ് എന്ന പ്രൊനൗൺ യൂസ് ചെയ്തുകൊണ്ട് ടാഗ് can it എന്ന് യൂസ് ചെയ്തിരിക്കുന്നു. ആരും പാർട്ടിക്ക് വന്നില്ല അല്ലേ? Nobody came to the party. Did they? ഇവിടെ nobody എന്നത് നെഗറ്റീവ് മീനിങ് തരുന്ന വേർഡാണ്, അതുകൊണ്ട് തന്നെ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് പോസിറ്റീവ് ടാഗ് ആണ് വന്നിരിക്കുന്നത്. കെയിം എന്ന വേർബ് പാസ്റ്റ് ടെൻസിലാണ്, സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള സെന്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഡിഡ് എന്ന വേർബ് ഫോം ആണ് ടാഗ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോബഡി എന്നതിന് പകരമായി ദേ എന്നാണ് ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിക്കുന്നത്. We use they in the tag instead of nobody because nobody refers to people collectively. And that's for today's lesson on question tags. We covered a lot, from using do, does and did to form tags with imperative sentences and handling various subjects. Remember, mastering question tags can make you spoken English more natural and engaging. So practice these forms in your daily conversations. If you have any questions or need further clarification, feel free to leave a comment. Thanks for watching and I will see you in the next lesson. Thank you. Have a great day.